ഹായ്, ഞങ്ങളുടെ വിഷു ഇവിടെ നാട്ടോ തുടങ്ങുന്നത്. അപ്പോൾ തലേന്ന് രാവിലെ ചേട്ടൻ കമ്പിത്തിരി, പൂത്തിരി, പടക്കം അങ്ങനത്തുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാനത് രാത്രി പൊട്ടിക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ വിഷുവേല ഉണ്ട് കേട്ടോ. വിഷു സംക്രമ വേല എന്ന് പറയും. അത് കാണാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും കൂടെ റെഡി ആവാം കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും റെഡിയായി നേരെ
അങ്ങനെ വേലയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി ആകെ ക്ഷീണിച്ച് പോയിട്ട് അങ്ങനെ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പടക്കവും പൂത്തിരിയൊക്കെ കത്തിക്കുക കേട്ടോ. അങ്ങനെ രാവിലെ കണ്ണനെയൊക്കെ കണി കണ്ട് പിന്നെ ചേട്ടൻ്റെ മേമയുടെ മോനും ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ ചേട്ടൻ്റെ മേമയുടെ വീട്ടിലേക്കൊന്ന് പോകണം, അമ്മയുടെ തറവാട്ടിലേക്കൊന്ന് പോകണം. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ. ഇതാട്ടോ എൻ്റെ വിഷുക്കോടി. അങ്ങനെ പിന്നെ മേമയുടെ മോനും ഭാര്യയും കുട്ടിയും അവർ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പം ഞങ്ങൾ നേരെ മേമയുടെ അടുത്തേക്ക് പോയി മേമേനെ കണ്ട് മേമയ്ക്ക് കൈനീട്ടം കൊടുത്തു. പിന്നെ മേമ ഞങ്ങൾക്ക് കൈനീട്ടം തന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ സംസാരിച്ചു ഇരുന്നു. പായസം അവിടെ നിന്ന് ഒരു ഗ്ലാസ് പായസം കുടിച്ചു, വീട്ടിൽ നിന്നും കുടിച്ചു, അവിടെ നിന്നും കുടിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് മേമയുടെ കൂടെ വീഡിയോ ഒക്കെ എടുത്ത് ഹാപ്പിയായി കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തറവാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നു. അതാട്ടോ അവർ വെച്ച കണിയുണ്ടായിരുന്നു. ഞാൻ പിന്നെ അമ്മയുടെ തറവാട്ടിലേക്ക് പോയി കേട്ടോ. ഇതാട്ടോ അമ്മയുടെ തറവാട്. അതാണ് ചേട്ടൻ്റെ അമ്മയുടെ തറവാട്. അപ്പോൾ അവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമൊക്കെ ഉണ്ടോ. ഇത് അമരക്കായ പന്തൽ, പിന്നെ വെജിറ്റബിൾസ്, ഈ കോളിഫ്ലവർ, ചീനിമുളക്, പിന്നെ ചീര, കപ്പ, അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ റോസ, ഓർക്കിഡ്, പിന്നെ പലതരത്തിലുള്ള കളർ ചെടികൾ, അങ്ങനെയൊക്കെ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ അവിടെ പോകാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ഞാൻ. അവിടെ പോയി എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ വഴുതനയൊക്കെ എന്തോരം നിൽക്കണം, നല്ല രസമാട്ടോ കാണാൻ. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് വരുമ്പോൾ മേമമാർ എനിക്ക് ചെടികളൊക്കെ തന്നയക്കാറുണ്ട് വീട്ടിൽ ഇവിടെ കൊണ്ട്. അങ്ങനെ ഇവിടുത്തെ എൻ്റെ കുറേ ചെടികൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി അതൊക്കെ വീഡിയോ എടുക്കുക കേട്ടോ. കണ്ടോ ഇത് കണ്ടോ, റൗണ്ടിൽ വെട്ടിയിട്ട് നല്ല ഭംഗി. കണ്ടോ ഒരു കുഞ്ഞു കോളിഫ്ലവർ ഉണ്ടായിരിക്കണേ. അത് മേമ എനിക്ക് അതിൽ നിന്നൊരു ചെടി പറിച്ച് തരാൻ നോക്കുക കേട്ടോ. ഞാനങ്ങനെ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് നല്ല രസമുണ്ട് കാണാൻ. ഇത് മണി പ്ലാന്റ് അങ്ങനത്തെ ഒക്കെ. പിന്നെ വെറൈറ്റീസൊക്കെ ഇങ്ങനെ വെയിൽ കാരണം വീഡിയോ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇത് ബൊഗെയിൻവില്ല, അങ്ങനെ പിന്നെ ചീര, അങ്ങനെ. പിന്നെ തിരിച്ച് വീട്ടിലെത്തി ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അമ്മ തന്ന കൈനീട്ടമൊക്കെ ഇതാണ് കേട്ടോ. ആദ്യം എനിക്ക് രാവിലെ തന്നെ ചേട്ടൻ കൈനീട്ടം തന്നു, അത് കഴിഞ്ഞിട്ട് അമ്മ കൈനീട്ടം തന്നു. പിന്നെ മേമയുടെ മോൻ വന്നിട്ട് മേമയുടെ മോൻ തന്നു. പിന്നെ മേമയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് മേമ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കിട്ടിയിട്ടോ കൈനീട്ടം. ഇതാണ് കേട്ടോ എൻ്റെ കൈനീട്ടം കളക്ഷൻസ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവർക്കും ഹാപ്പി വിഷു. വീഡിയോ ഇന്നലെ തിരക്ക് കാരണം ഇന്നലെ ഇടാൻ പറ്റില്ല.